നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന വീഡിയോ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, 10-500 ക്വസ്റ്റ്യൻസ് കാണുമായിരിക്കും. അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ചുമ്മാ ഇടുന്ന ക്വസ്റ്റ്യൻ അല്ല. കഴിഞ്ഞ 4 വർഷം എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മളിട്ട അത്യാവശ്യം നമ്മൾ ഒരു പഠിച്ച് കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വർഷത്തെയും നോക്കി കൃത്യമായിട്ട് ഇടുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ തെറ്റാറില്ല. 100% പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. 90% ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കും. ബെറ്റ് ഓൺ. മാർച്ച് 1 നിങ്ങൾക്ക് ആദ്യത്തെ പരീക്ഷയാണ് ഫിസിക്സ്. ഇത് ധൈര്യമായിട്ട് നിങ്ങൾ പഠിക്കുക, ഷെയർ ചെയ്തേക്കുക. ഈ ക്വസ്റ്റ്യൻസ് തന്നെ വരും എന്നുള്ള സംശയമില്ല. ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഉള്ള പ്രോബ്ലംസ് ഞാൻ എക്സ്ട്രാ വീഡിയോ ചെയ്തോളാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ തിയറി പാർട്ടുകൾ ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോവുക. ഉറപ്പിച്ചു. കണ്ണും പൂട്ടി മാഷിനെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. എല്ലാ കാര്യത്തിലും വിശ്വസിക്കാം കേട്ടോ. അന്നേരം ധൈര്യമായിട്ട് പഠിക്കുക. ഈ പറയുന്ന പ്രോബ്ലം ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യരുത്. പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കേൾക്കണം. കേട്ടിട്ട് പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. മാക്സിമം ഷെയർ ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് റെഡി ആയിക്കോ. ബാക്കിയുള്ള വിഷയം കണ്ട എല്ലാം ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുന്നതിനൊന്നും പിശുക്ക് കാണിക്കരുത്. നിങ്ങളുടെ കമൻസ് ആണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ പവർ. നിങ്ങൾ കമൻസ് ഇട്ട് തകർക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം എന്നറിയാം. ലൈക്കും കമൻറ്റും അടിക്കാനൊക്കെ എന്ത് ബുദ്ധിമുട്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് നമ്മൾ തുടങ്ങാം. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, 55 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്പർ 1, കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്തെ വീൻസ്റ്റൺ ബ്രിഡ്ജ്. കാരണം അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല, അതിനകത്ത് മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യൽ മീറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീൻസ്റ്റൺ ബ്രിഡ്ജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, കിർച്ചോഫ് ലോസ് കൂടെ അങ്ങ് പഠിച്ചോണം. കിർച്ചോഫ് ലോസ്, കിർച്ചോഫിൻ്റെ 2 ലോ ഉണ്ട്. കാരണം ജംഗ്ഷൻ റൂളും മെഷ് റൂളും. ആ മെഷ് റൂൾ വെച്ച് ചെയ്യേണ്ടതാണ് വീൻസ്റ്റൺ ബ്രിഡ്ജ്. ഡയഗ്രം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ലാസ്റ്റ് കിട്ടുന്ന ഉത്തരം P/Q = R/S എന്ന് കിട്ടും. അന്നേരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്ക് 5 മാർക്ക് ചോദിക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗോസസ് തിയറം 3 ആപ്ലിക്കേഷൻ ഞാൻ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഗോസ് തിയറം സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, പ്രൂഫ് പഠിക്കുക. 3 ആപ്ലിക്കേഷൻ: ഇൻഫിനിറ്റീവ് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ, യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ, ലോങ് സ്ട്രേറ്റ് വയർ. 3 പഠിച്ചിരിക്കുക. സെമി കണ്ടക്ടേഴ്സ്, സോളിഡ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ലാസ്റ്റ് ചാപ്റ്ററിനകത്തെ വെരി ഇമ്പോർട്ടൻറ്റ് റെക്ടിഫയർ. എന്താണ് റെക്ടിഫയർ, അതിൻ്റെ പ്രിൻസിപ്പിൾ, ഹാഫ് വേ റെക്ടിഫയർ, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ഗ്രാഫ്, ഫുൾ വേ റെക്ടിഫയർ, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ഗ്രാഫ് വന്നിട്ട് വേണമെങ്കിൽ ചോദിക്കുക ഏത് തരം റെക്ടിഫയർ ആണ്. ഓക്കെ, LCR സർക്യൂട്ട് AC-ക്കകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിനകത്ത് സർക്യൂട്ട് ഡയഗ്രവും കാര്യങ്ങളെല്ലാം വരച്ച് ഡിറൈവ് ചെയ്യണം. LCR സർക്യൂട്ട്. ബയോട്ട്-സാവാർട്ട്സ് ലോ, dB = μ0/4π × ഐഡിയൽ sin θ/r². നിർബന്ധമായിട്ടും അത് ബയോട്ട്-സാവാർട്ട്സ് എന്താണെന്ന് പഠിക്കുക. ആപ്ലിക്കേഷൻ: മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ ലൂപ്പ് ക്യാരിങ് കറണ്ട്. പടം വരച്ച് ഡിറൈവ് ചെയ്യുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നൈസായിട്ട് പഠിക്കാം. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, റയോപ്റ്റിക്സ് അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. N = sin A+D/2/sin A/2. പൊതുവേ പഠിച്ചിരിക്കണം, പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ഇതൊക്കെ ക്വസ്റ്റ്യനകത്ത് കാണുമ്പോൾ ഞെട്ടരുത്. പ്രൂഫ് ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. വേവോപ്റ്റിക്സിനകത്തെയാണ് റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ 2 വട്ടം ചോദിച്ച വർഷങ്ങളുണ്ട്. അത് ഹൈജീൻസ് പ്രിൻസിപ്പിൾ വെച്ച് പ്രൂവ് ചെയ്യുക. എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതായത് പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എക്സ്പ്രഷൻ C = ε0 A/D, C = ε0 Ka/D. അതിന്റെ പ്രോബ്ലംസും പഠിച്ചിരിക്കണം. അടുത്തത് നമ്മുടെ ഇവൻ തന്നെയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. റയോപ്റ്റിക്സ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R. ഇത് ആദ്യം പഠിക്കുക. അതിനുശേഷം എന്ത് പഠിക്കുക? ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിക്കുക. മിറർ ഫോർമുല പഠിക്കുക. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ. രണ്ടും മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക്കലിൻ്റെ ആണ്. രണ്ടും തിയറി പഠിക്കണം. പ്രോബ്ലംസും മസ്റ്റായിട്ട് പഠിക്കണം. നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലംസും മാത്രം പഠിച്ചാൽ മതി, കിട്ടിയിരിക്കും. എക്സ്പ്രഷൻ ഫോർ പവർ ഫാക്ടർ ആൻഡ് എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ് ഡിറൈവ് ആണ്. പവർ ഫാക്ടറിന്റെ ഇംപിഡൻസിന്റെ ഡെറിവേഷൻ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. AC എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെയാണ്. ട്രാൻസ്ഫോമർ, എന്താണ് ട്രാൻസ്ഫോമർ, ഏതൊക്കെ തരം ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ, അതിന്റെ വ്യത്യാസങ്ങൾ, പ്രിൻസിപ്പിൾ, ഇക്വേഷൻ, VS/VP = NS/NP. ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ. കോപ്പർ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, അയൺ ലോസ്, അങ്ങനെയുള്ള 4 ലോസ്. ആ 4 ലോസ് ഹിസ്റ്റീരീസ് ലോസ്. 4 ലോസ് കൃത്യമായിട്ട് പഠിക്കുക. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് പാരലൽ. 1/C = 1/C1 + 1/C2 + 1/C3. C = C1 + C2 + C3. അതിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾ വേണമെന്ന് വെച്ചാൽ നടക്കാത്തായിട്ടൊന്നുമില്ല.
എല്ലാം കീഴടക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ ടൈം. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, എന്താണ് റിലാക്സേഷൻ ടൈം, അത് തമ്മിലുള്ള റിലേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റി കറണ്ടും തമ്മിലുള്ള റിലേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റി കറണ്ട് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അത് ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓംസ് ലോ ഗ്രാഫ് വരച്ച് പഠിക്കണം. പ്രാക്ടിക്കൽ ചെയ്തവർക്കറിയാം. ഗ്രാഫ്, റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, കണ്ടക്ടൻസ്, ഇതിൻ്റെ എല്ലാം യൂണിറ്റ്, റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. കിർച്ചോഫ് ലോ നമ്മൾ നേരത്തെ പറഞ്ഞു, ജംഗ്ഷൻ റൂളും മെഷ് റൂളും ഓർത്തിരിക്കുക. ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഫോഴ്സും ടോർക്കും പഠിക്കുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ടോ ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഡൈഇലക്ട്രിക് പോളറൈസേഷൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിക്കുക. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു മൈനസ് dV/dx. നിർബന്ധമായിട്ട് പഠിക്കുക. ഇലക്ട്രിക് ഡൈപോൾ ലെങ്ത്, ഡൈപോൾ മൊമെന്റ്, ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ, പക്ഷേ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സബ്ഡിവിഷൻ ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് ഇതെല്ലാം കാണാം. എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ, അത് കപ്പാസിറ്റൻസിനകത്തെയാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസിനകത്തെയാണ്. ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു ആക്സിയൽ ലൈൻ, ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ. 4 മാർക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനകത്ത് ഡെറിവേഷൻ ആണ്. സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇതിനകത്തെയാണ്. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനകത്താണ് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിക്കുക. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്, സെൽഫ് ഇൻഡക്റ്റൻസ് L കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ. കുളംസ് ലോ വെക്ടർ ഫോമിൽ പഠിക്കുക. കുളംസ് ലോ ഡെറിവേഷൻ പഠിക്കുക. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ U is equal to 1/2 Li 0² എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ആണ്. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മോഷൻ EMF പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അതൊരു ഡെറിവേഷൻ ആണ്. E is equal to BLV. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മറ്റൊരു എസ്സേ ആണ്. ആംബിയന്റ് സർക്യൂട്ട് തിയറം സ്റ്റേറ്റ്മെന്റ് വൃത്തിയായിട്ട് പഠിക്കുക, പടം വരച്ച് പഠിക്കുക. അതിന് 2 ആപ്ലിക്കേഷനേ ഉള്ളൂ. ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറും സോളിനോയിഡും പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. 32 ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറന്റ്. അതായത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിനകത്ത് 2 പാരലൽ കണ്ടക്ടേഴ്സിനുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. അതുമായിട്ട് ചേർന്ന് വരുന്ന ടോപ്പിക്കാണ് ഡെഫിനിഷൻ ഓഫ് ആംബിയർ. അതോടെ ചേർത്ത് വേണം പഠിക്കാൻ. ഓക്കെ. 33 മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് F is equal to BQV sin theta. നിസ്സാരമായിട്ട് എടുക്കണ്ട. അത് തന്നെ അല്ല, അവൻ്റെ അനിയനോ ഇരട്ടയൊന്നും അല്ല ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് ഈസ് ദി സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. F is equal to QE plus F is equal to QE plus BQV sin theta. അങ്ങനെ ചെയ്യുന്നതാണ്. അത് വേറെയാണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും വ്യത്യാസമാണ്. അത് ഓർത്തിരിക്കണം. സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും എസ് ആയിട്ട് ചോദിക്കാം. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പും ചോദിക്കാം. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ പടം വരയ്ക്കണം. ആംഗുലർ മാഗ്നിഫിക്കേഷൻ, യൂസസ്, ലിമിറ്റേഷൻസ് ഇതെല്ലാം എഴുതണം. 2 thin lenses in contact. 2 ലെൻസ് കോൺടാക്ട് വെക്കുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് 1/f is equal to 1/f1 plus 1/f2, F is equal to f1 plus f2 plus അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പവർ കണ്ടുപിടിക്കുന്നത് ഒക്കെ പഠിക്കുക. പവർ ഓഫ് എ ലെൻസ്, മാഗ്നിഫിക്കേഷൻ നിർബന്ധമായിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്തെ എല്ലാ വേവ്സിൻ്റെയും യൂസസും അതിൻ്റെ പ്രൊഡക്ഷനും. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ്, പ്രോപ്പർട്ടീസ്. ഓക്കെ. IC is equal to ID. IC എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ടും ID എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം പലരും തെറ്റിക്കുന്നതാണ്. വെറും ഗോസ് തിയറം എന്ന് ചോദിച്ചാൽ നമ്മുടെ സാധാരണ ഗോസ് തിയറം എഴുതിയാൽ മതി. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം എന്ന് ചോദിച്ചാൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഗോസ് തിയറം എഴുതണം. അത് ഒറ്റ വരികയേ ഉള്ളൂ. മറ്റേ മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0, ക്ലോസ്ഡ് ഇന്റർവൽ B.ds is equal to 0. അതാണ് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പഠിച്ചോണം. ഫാരഡേസ് ലോയും ലെൻസസ് ലോയും. ലെൻസ് ഫോർമുല ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത്രയേ ഉള്ളൂ. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അതിന് 2 മാർക്കാണ്. പിന്നെ എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിൻ്റെ ഡയഗ്രാം, ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക്സിനകത്തെ ഫെറോമാഗ്നറ്റിക്, ഡയമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പ്രോപ്പർട്ടീസും പഠിക്കണം, എക്സാമ്പിൾസും പഠിക്കണം. പിന്നെ മാഗ്നറ്റിക് ഹിസ്റ്റീരിസ് കർവ്, ആ കർവ് വരച്ച് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനെന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. സെമി കണ്ടക്ടർ, അതിനകത്ത് പ്രോപ്പർട്ടീസ്. ഡോപ്പിംഗ് എന്താണ്, ദി പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ. അതിനകത്ത് N ടൈപ്പ്, P ടൈപ്പ് ഒക്കെ ഒന്ന് പഠിച്ചേക്കുക. N ടൈപ്പ്, P ടൈപ്പ് സെമി കണ്ടക്ടർ. എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ആ 2 ബാൻഡ്സിനിടയിലുള്ള എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്ക് ചോദിക്കും. എക്സ്പ്രഷൻ ഫോർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ്. 45 മെത്തേഡ്സ് ഓഫ് ഫീൽഡ് എമിഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ, ഡ്യുവൽ നേച്ചറിനകത്തെയാണ്.
അതിനകത്ത് ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത് തെർമിയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, സെക്കൻഡറി എമിഷൻ. ഗ്രാഫ്സ് ഇൻ ഡ്യുവൽ നേച്ചർ, അതായത് ഡ്യുവൽ നേച്ചറിനകത്ത് ഗ്രാഫ്സ് സാച്ചുറേഷൻ കറണ്ടും നമ്മുടെ കട്ട് ഓഫ് പൊട്ടൻഷ്യലും ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇങ്ങനെയൊക്കെ വരുന്ന ഗ്രാഫുകളെല്ലാം പഠിച്ചുകൊണ്ട് പോവുക. വെരി ഇമ്പോർട്ടൻറ്റ്. ലോസ് ഓഫ് റിഫ്രാക്ഷൻ, റയോപ്റ്റിക്സിനകത്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ക്രിട്ടിക്കൽ ആംഗിൾ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്നും കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതായത് ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ഇൻ ടു റെയർ മീഡിയം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ രണ്ട് കണ്ടീഷൻസ് മസ്റ്റായിട്ട് പഠിക്കുക. ഈ ചെറിയ ഇക്വേഷൻ ആണെങ്കിൽ ഇവനെ പഠിച്ചുകൊണ്ട് പോവുക. n = 1/sin c, n റിഫ്രാക്റ്റീവ് ഇൻഡെക്സും c ക്രിട്ടിക്കൽ ആംഗിളും ആണ്. ഇക്വേഷൻ ഫോർ ട്രാവലിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. മറ്റേ E(z = E0 sin kz - ωt) എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ആണ്. പിന്നെ ആറ്റംസ് ന്യൂക്ലിയക്കകത്ത് മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എനർജി ഗ്രാഫ്സ്, ഹാഫ് ലൈഫ് പീരീഡ് ഇക്വേഷൻ, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. കൊഹറന്റ് സോഴ്സ്, അതായത് നമ്മുടെ വേവ് ഒപ്റ്റിക്സിനകത്തെയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ ബാൻഡും, ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ ചോദിച്ചാലും ഡിഫറൻസ് ചോദിച്ചാലും ഇത് തന്നെ എഴുതിയാൽ മതി. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി, ക്യൂറിയും റുദർഫോർഡും ആണ്. അത് 1 ക്യൂറിയും റുദർഫോർഡും അതിനെ ബെക്വാറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി, ഇൻഡക്ടർ ഉള്ളി, കപ്പാസിറ്റർ ഉള്ളി. അതുപോലെ തന്നെ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് AC ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ഇതുകൂടെ പഠിച്ചിരിക്കുക. പടം വരച്ച് AC ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഈ 55 ക്വസ്റ്റ്യൻസ് ഞാൻ മോഡലിന് വേണ്ടിയിട്ട് അല്ല പറഞ്ഞേക്കുന്നത്, പബ്ലിക് എക്സാമിന് നിങ്ങൾ ഈ 55 ക്വസ്റ്റ്യൻ നല്ല പടക്കനായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഉറപ്പിച്ചോ, ഇതിൽ നിന്ന് 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കാണും. ഗംഭീരമായിട്ട് പരീക്ഷ എഴുതാം, സംശയം വേണ്ട. നിങ്ങൾ ഈ 55 ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യൻ 5 ദിവസം കൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5-6 ദിവസം കൊണ്ട് ഈ ഒരാഴ്ച കൊണ്ട് ഈസി ആയിട്ട് തീർക്കാം. ഇത് പഠിച്ചിട്ട് ബാക്കി പഠിച്ചു, എഴുതി വെച്ചു, മുദ്രപത്രത്തിൽ എഴുതി തയ്യാറായിക്കും. മാഷി ഇവിടെ തന്നെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ തെറി വിളിച്ചു. നല്ലതെന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ മാത്സിൻ്റെ ഒക്കെ ഇങ്ങനെ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മാർക്ക് മേടിക്കാൻ പറ്റുന്നോ അങ്ങനെയൊക്കെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തരും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തു തരും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, അവർക്ക് പഠിക്കാം. 2, നിങ്ങൾക്കിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ പവറാക്കുക. അന്നേരം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.